ഗൈസ്, അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഡൽഹിക്ക് പോവാന്ന്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ ഞാൻ ഡൽഹിയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഞാൻ ഫുൾ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. ഒരു സ്വെറ്റ് ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ എപ്പോൾ ഡൽഹി പോകുമ്പോഴും ഡൽഹിയിൽ നിന്ന് വരുമ്പോഴും ഞാൻ ഈ സെയിം ഡ്രസ്സാണ് ഇടാം. എനിക്കറിയില്ല, എനിക്ക് വേറെ എന്തെങ്കിലും ഇടാൻ മടിയാണ്. കാരണം എന്തായാലും ഫ്ലൈറ്റിൽ കയറുമ്പോൾ തണുപ്പുണ്ടാവും, ഡൽഹി ചെല്ലുമ്പോഴും തണുപ്പുണ്ടാവും, ഡൽഹിയിൽ നിന്ന് വരുമ്പോഴും തണുപ്പുണ്ടാവും, ഫ്ലൈറ്റിലും തണുപ്പുണ്ടാവും. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഏത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് ഇതാണ് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നാറ്. സോ ഞാൻ എല്ലാ തവണയും വരുമ്പോഴും പോകുമ്പോഴും എനിക്കൊന്നും ഞാൻ ഈ സെയിം സംഭവം തന്നെ ഇടാറുണ്ട്. അപ്പോൾ ആ സെയിം ഡ്രസ്സ് തന്നെ ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഇത്തവണ ഞാൻ വന്നിട്ട് ഫുൾ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഞാൻ ബൈക്ക് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ നോക്കിയില്ല. സോ എൻ്റെ മുഖത്ത് നോക്കി നിറച്ച് കുരുക്കളുണ്ട്. ഉണ്ടോ? എനിക്കൊന്നും ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ മുഖത്ത് പാടൊക്കെ പറഞ്ഞത്. എനിക്കറിയില്ല ഇതെന്താവുമെന്ന്. മേ ബി തിരിച്ച് ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഓക്കെ ആവുമായിരിക്കാം. വോട്ടെവർ ഇറ്റ് ഈസ്. സോ തിരിച്ച് ഞാൻ പോവാണ്. എനിക്കാണെങ്കിൽ ഇത്തവണ പോകാനായിട്ട് എല്ലാ തവണത്തെ പോലും ഇത്തവണ എനിക്ക് പോകാനായിട്ട് തോന്നുന്നില്ല ഗൈസ്. എനിക്കാണെങ്കിൽ ഇന്നലെ തുടങ്ങിയിട്ട് ചെറുതായിട്ട് കോൾഡും സ്നീസിങ്ങും തലവേദനയും പനിയൊക്കെ തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ എനിക്കുണ്ടായിരുന്നു കൈ കഴിക്കുന്നു. സോ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് പോവാണ്. പിന്നെ ഇത്തവണ ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗും മാത്രം കൊണ്ടാണ് വന്നത്. പക്ഷെ തിരിച്ച് പോകുമ്പോൾ എക്സ്ട്രാ ബാഗൊക്കെ കൊണ്ടാണ് പോണേ. എനിക്കറിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ഞാനപ്പോൾ ഒരു 10:45 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട്. അപ്പോൾ 12 മണിക്കാണ് ഫ്ലൈറ്റ് എങ്കിൽ ഒരു 10:45-11 മണിക്ക് ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയാൽ മതി. പിന്നെ നമ്മൾ സ്റ്റാഫ് ടിക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പാസഞ്ചേഴ്സ് എല്ലാവരും ബോർഡ് ചെയ്തതിന് ശേഷം പാസഞ്ചേഴ്സിനൊക്കെ ബോർഡിംഗ് പാസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് സ്റ്റാഫുകൾക്ക് ബോർഡിംഗ് പാസ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പോയിരിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ലല്ലോ, ലാസ്റ്റ് പോയാൽ മതി. പിന്നെ ഞാൻ പോയത് വീക്ക് ഡേയിലായതുകൊണ്ട് തന്നെ ടിക്കറ്റ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നു. ഇത്തവണ വേഗം ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി കേട്ടോ. ഞാൻ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കും. ബൈ ദ വൈ പാസഞ്ചേഴ്സ് കുറവായിരുന്നു കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്കറിയാം പാസഞ്ചേഴ്സ് കുറവായിരുന്നു. ദെൻ ഞാൻ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് ഗേറ്റിൽ ചെന്നിട്ട് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി. ഇതെല്ലാം തവണയും ഉള്ളതാണ് കേട്ടോ. പിന്നെ ഗേറ്റിൽ പോയിരുന്നു. കുറച്ചേരം അവിടെ പോസ്റ്റായിരുന്നു, അവിടെ ചെന്നിരുന്നു. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ആകെ 1-2 തവണ മാത്രമാണ് ഞാൻ ഡൽഹിക്ക് പോയപ്പോഴും ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ എല്ലാ തവണയും ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ. അത് വേറൊരു ഫീലാണ്. പക്ഷെ എനിക്ക് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ത്യ പറഞ്ഞേക്ക് ഇരിക്കാമല്ലോ. പക്ഷെ അതിന് വേറെ മാർഗ്ഗമില്ല നമുക്ക്. ബോർഡ് ചെയ്യാം. ഫ്ലൈറ്റിൽ കയറിയിട്ടതേ ഈ ഒരു ഇരിപ്പ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നു. ഫ്ലൈറ്റ് ആണെന്നെങ്കിൽ കാലിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ആകെ കുറച്ച് പാസഞ്ചേഴ്സ് മാത്രമാണ് ഉണ്ടായുള്ളൂ കേട്ടോ. ബിഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ, ഞാൻ ബോറടി മാറ്റാനായിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. റെയറായിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. പകൽ സമയത്താണെങ്കിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൂവിയോ അല്ലെങ്കിൽ വല്ല വ്ലോഗ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണും. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു, വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് തുറന്നപ്പോണ്ടല്ലോ ഞാൻ വെജ് കറി മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രൂവിനെ എനിക്ക് ഫുഡ് തന്നപ്പോൾ മാറിപ്പോയെന്ന് വിചാരിച്ചു. അതിനകത്ത് മറ്റേ ബ്രിഞ്ചാളുടെ ഒരു കറിയായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഡിസപ്പോയിൻറ്റഡായി. ഇവരെന്താ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെജ് ബിരിയാണി തന്നേന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടായിരുന്നു. നല്ല യമ്മി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും തവണ ഫ്ലൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മീലാണ്. ഇതിന് മുമ്പൊക്കെ കഴിച്ചിട്ടുള്ളതൊന്നും എനിക്ക് അതൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് ടേസ്റ്റിങ് തോന്നിയിട്ടില്ല. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഓ മൈ ഗോഡ്, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ കണ്ടു. സിനിമ കാണാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഇന്ന് വീഡിയോസ് കണ്ടു. അപ്പോഴത്തേക്കും എനിക്ക് എക്സോസ്റ്റഡ് ആയപ്പോൾ ഞാൻ ചുമ്മാ കുറച്ചേരം ഇരുന്നു. അതേപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ കണ്ടു. അപ്പോഴത്തേക്കും ലാൻഡിങ് ടൈമായി. ഇത് ലാൻഡ് ചെയ്യണതിൻ്റെ വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ സീറ്റ് വെക്കേണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആൽ സീറ്റിലാണ് ഇരുന്നത്, വിൻഡോ സീറ്റിൽ ഇരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, വിൻഡോ ഷെയ്ഡ് എന്തായാലും അവിടെ ഇരുന്നാലും ഞാൻ ഉറങ്ങാനൊന്നും പോണില്ല. പിന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഫ്ലൈറ്റ് കാലി ചെയ്ത് കാരണം കൊണ്ട് എവിടെ ഇരുന്നാലും നമുക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇരുന്നിടത്തുനിന്ന് എനിക്ക് മാറിയിരിക്കാൻ വയ്യ എന്നൊക്കെ ഓർത്തിട്ട് അവിടെ തന്നെ ഇരുന്നു. അയ്യോ, അങ്ങനെ. ഇപ്പം എന്താ കോമഡി എന്ന് വെച്ചാൽ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്
എൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടാണ്. ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിറച്ചാണ് വോയിസ് ഓവർ കൊടുക്കണത്. എനിക്കാണെങ്കിൽ ഈ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൂമിലാണെങ്കിൽ റൂംമേറ്റ് ഉണ്ട്. അപ്പോൾ ആളാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് വോയിസ് ഓവർ എടുത്താൽ ആളുടെ സംസാരം കൂടി ഇതിനകത്ത് കിട്ടും. അപ്പോൾ എന്തിനാണ് ചുമ്മാ അവളുടെ കാര്യങ്ങളും കൂടെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി കേട്ടോ. ഡൽഹിയിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. സോ എൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഡീപ്ലെയിൻ ചെയ്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാനിപ്പോൾ ഡൽഹിയിലെത്തി. ഞാനിപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞിരിക്കുന്നത് പബ്ലിക്കിൽ നിന്ന് വീഡിയോ എടുത്ത് ഒട്ടും പരിചയമില്ല. ഞാൻ ഭയങ്കര ഷൈ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി ഫീവർ ആയതുകൊണ്ട് എൻ്റെ ഫേസ് കണ്ടോ. സോ ഇവിടെ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് സംസാരിച്ചാലും ആർക്കും മനസ്സിലൊന്നാവില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് സംസാരിക്കാം. സോ ഞാനിവിടെ വന്നിട്ട് ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഊബർ വന്നിട്ടില്ല. ഓ മൈ ഗോഡ്, ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര സിക്കായിട്ടൊക്കെ നടക്കുന്നത്. എൻ്റെ കണ്ണൊക്കെ നോക്കും. പിന്നെ ഫ്ലൈറ്റിലെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയൊക്കെയാണ്. എൻ്റെ ക്യാബുകാരൻ വിളിക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി എനിക്ക് ശരിയൊന്നും കേട്ടുകൂടാ. പിന്നെ ഞാൻ പറയുന്നത് പോലും ചെയ്തോളാം. സോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോ എടുത്തെടുത്ത് ഈ ഷൈ മാറ്റണം. ഞാൻ സത്യം പറഞ്ഞാൽ ക്യാമറയിലേക്ക് പോലും നോക്കുന്നില്ല. എന്തൊക്കെയോ പറയുന്നു. ഇതിലവിടെ എൻ്റെ ഊബർ വന്നു. ഞാൻ ഊബറിൽ കയറി. സോ ഞാനിപ്പം എൻ്റെ പേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര സൗണ്ട് കുറച്ചാണ് സംസാരിക്കണം തോന്നുന്നു. ഇനി ഇവിടെ നിന്നൊരു 1 hour ട്രാവലുണ്ട്. എനിക്ക് നല്ല തലവേദനയും കോൾഡൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നോ ഓപ്ഷൻസ്. ഞാനപ്പം ഇത്തവണ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രം കൊണ്ടുപോയി. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഡൽഹിയിൽ അങ്ങനെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പക്ഷേ ഇതിനകത്ത് എനിക്ക് കഫക്കെട്ടിന് ആവി പിടിക്കാനുള്ള സംഭവം അതൊക്കെ കൊണ്ടാട്ടാണ് ഞാൻ ഈ ബാഗ് എടുത്തത്. പിന്നെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു. പിന്നെ 1 കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഗാനക്കിലി. സോ എൻ്റെ ഡൽഹി ജീവിതത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സത്യം പറഞ്ഞാൽ ഡൽഹി ഒരു നല്ല സ്ഥലമാണ്. പക്ഷേ എനിക്കെന്തോ ഇവിടെ വന്നപ്പോൾ സിറ്റുവേഷൻ കൊണ്ട് കുറച്ച് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായി. അപ്പോൾ അത് ഞാൻ ഡൽഹിയായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യും. അത് എൻ്റെ ഒരു തെറ്റാണ്. ഞാൻ എനിക്കിങ്ങനെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പം ഈ സ്ഥലം എന്ത് ചെയ്തു, ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ആ സിറ്റുവേഷൻ കൊണ്ടാണല്ലോ എന്ന് ഞാൻ പിന്നീട് ആലോചിക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് എപ്പോഴും ഡൽഹിയിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്തായാലും ശീലിക്കണമല്ലോ. ഞാനൊരു ചലഞ്ച് പോലെയൊക്കെ രണ്ടും കൽപ്പിച്ചൊക്കെ വരും. അവിടെ ഒരു സംഭവം ഉണ്ട്, അത് കാണിക്കാം. ഒരു വാട്ടർ ഫൗണ്ടൻ. സോ ഇത്തവണ വരുമ്പോൾ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ ട്രൈ ചെയ്യൂട്ടാ. മറ്റേ തവണ വരുമ്പോൾ പറ്റാറില്ല. പിന്നെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കുഞ്ഞിന് സമയം കിട്ടില്ലായിരുന്നു. ഫുൾ ടൈം എടുത്താൽ അതേപോലെ ഭയങ്കര ടയേർഡായിരിക്കും. പറ്റാറില്ല. പിന്നെ ഇവിടെ കൊതുകും പനിയായിരുന്നു ആ സമയത്ത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ
ഫുൾ വെയിലത്തിറങ്ങുമായിരുന്നു. ഞാൻ ഒട്ടും ബോധമില്ലായിരുന്നു. വെയിലുണ്ടായാലും എന്താ എനിക്ക് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും. കുഴപ്പമില്ല, ടാനൊക്കെ നല്ലതാണ്. ടാനൊക്കെ നല്ല ടാൻ വന്നെങ്കിൽ എന്താ നല്ല നല്ല കുറേ മെമ്മറീസ് ഉണ്ടായി നമുക്ക്. അതിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, എന്ത് ഭംഗിയാന്ന് നോക്ക് ഗൈസ്. ഡൽഹി ആക്ച്വലി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. ചുമ്മാ അങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നാൽ തന്നെ കുറേ ഭംഗിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഫൈനലി ഞാൻ എൻ്റെ പി ജിയിൽ എത്തി. ഓ മൈ ഗോഡ്, ഇവിടെ ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. നമ്മളിന്ന് പോകുമ്പോൾ നല്ല തണുപ്പായിരുന്നു. പക്ഷെ നമുക്ക് കാണിച്ചു തരാം. സോ എൻ്റെ റൂം ഈസ് മൈ റൂം ഈസ് 111. സോ യെസ് ഗൈസ് ഫൈനലി ഞാൻ എൻ്റെ റൂമിലെത്തി. ആക്ച്വലി എന്താ ഇത്രേ ഉള്ളൂ. അപ്പം ഇത്രയായിരുന്നു എൻ്റെ കൊച്ചി ടു ഡൽഹി ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഞാനപ്പം വേറെ പുതിയ വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും വരാം. സോ എന്താ ഞാൻ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ പുതിയ പുതിയ വീഡിയോസായിട്ടൊക്കെ ഞാൻ വരാം. അല്ലെങ്കിൽ റൂം ടൂറോ അങ്ങനെ പുതിയ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ചെയ്യാം. സോ അതുവരെ ബൈ.